കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരുമെല്ലാം സമരരംഗത്തേക്ക് വരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ ഗൗരവത്തോടു കൂടി ബന്ധപ്പെട്ട ആളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. 29-ാം തീയതി ഇപ്പോഴത്തെ കേരള നിയമസഭയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ്. കേരളത്തിലെ സിവിൽ സർവീസ് മേഖല ഒന്നാകെ ഏറെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നത് ഈ ഗവൺമെന്റിന്റെ അവസാന കാലത്ത് നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിലെങ്കിലും ഈ കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരുമെല്ലാം ദീർഘനാളുകളായി ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. കേരളത്തിൽ ഇപ്പോ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ജീവനക്കാർക്കായാലും പൊതുസമൂഹത്തിനായാലും പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടു കൂടി ഓർമ്മിക്കുകയാണ്. ജീവനക്കാരുടെ അവകാശങ്ങൾ അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്ന് നിരന്തരമായി കേരളത്തിന്റെ ഗവൺമെന്റ് കേരളത്തിന്റെ നിയമസഭയിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. ആ പ്രഖ്യാപനങ്ങൾക്കപ്പുറത്തേക്ക് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ ഇനിയും അനന്തമായ കാലതാമസം ഉണ്ടായാൽ അതിന് പറയാൻ മറ്റ് വ്യാഖ്യാനങ്ങളൊന്നും വിശ്വാസയോഗ്യമായ വ്യാഖ്യാനങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തിനു വേണ്ടിയാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും എല്ലാം നിരന്തരമായി സമരരംഗത്തേക്ക് തള്ളിവിടുന്നത് എന്ന് ആലോചിക്കേണ്ടതല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേരളത്തിലെ സർക്കാർ ജീവനക്കാർ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകളിലൂടെയാണെങ്കിലും നിരന്തരമായ പ്രക്ഷോഭ സമരങ്ങളിലേക്ക് വരുന്നത് നമ്മൾ കണ്ടതാണ്. 2022 ജനുവരി മാസം 22-ാം തീയതി ഇതേ കേരളത്തിൽ ഇതേ ദിവസം അതിശക്തമായ ഒരു പണിമുടക്കിന് കേരളത്തിലെ അധ്യാപക സർവീസ് സംഘടന സമരസമിതി നേതൃത്വം കൊടുത്തു. ആ പണിമുടക്കിലൂടെ ഞങ്ങൾ ഉന്നയിച്ച മുദ്രാവാക്യം ഒന്നും പരിഹാരം കാണാതെ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുമ്പോ കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരുമെല്ലാം സമരം ചെയ്യുന്നത് ബദിരകരണങ്ങളിലായി പോകരുത് എന്നുള്ള ഒരൊറ്റ നിലപാട് ഞങ്ങൾക്കുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് സർവ്വമേഖലയിലെയും ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഗവൺമെന്റാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി നിലപാടുകൾ സ്വീകരിച്ച ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കുക എന്നുള്ളത് മാത്രമല്ല, ജീവനക്കാർക്ക് ജീവിക്കാൻ ആവശ്യമായ ജീവിത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള അതിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കാൻ കേരളത്തിലെ ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. അത് മറന്നുപോകരുത്. അത് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരചങ്ങലയുമായി കേരളത്തിലെ സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും തെരുവിൽ വന്ന് സമരം നടത്താൻ വേണ്ടി ഞങ്ങൾ സമരം നടത്തേണ്ട സാഹചര്യം വന്നത്. ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ശമ്പള പരിഷ്കരണമുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കേണ്ട കാലാവധി കഴിഞ്ഞിട്ടും അനന്തമായി അത് നീട്ടിക്കൊണ്ടുപോകുന്നത് ഒരു ജനകീയ സർക്കാരിന് ഭൂഷണമല്ല എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. എന്താണ് ജീവനക്കാർ പഠിക്കേണ്ട അവകാശങ്ങൾ ഇങ്ങനെ നീണ്ടുപോകുന്നത്? നമ്മുടെ കൂടെ ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. പക്ഷേ പട്ടിണിയേക്കാൾ വലുതല്ല ഒരു ഗവൺമെന്റിന് നൽകുന്ന പിന്തുണയും എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ പട്ടിണി കിടന്ന് ആത്മഹത്യയിലേക്ക് ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുമ്പോ ഭരണത്തെക്കാൾ ഞങ്ങൾക്ക് പ്രധാനം കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ജീവിക്കാനുള്ള അവകാശമാണ്. ആ അവകാശം സംരക്ഷിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പോർമുഖത്തേക്ക് വരാൻ തീരുമാനിച്ചത്. തടവുകൊള്ളികളോട് കാണിക്കുന്ന ദയയെങ്കിലും കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരോട് കാണിക്കണം. തടവുകൊള്ളികൾക്ക് വർദ്ധിപ്പിച്ച വേതനം കൊടുക്കുന്നതിന് ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ ആ പരിഗണന കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് നൽകാൻ കേരളത്തിലെ ഗവൺമെന്റ് നിലപാടുകൾ സ്വീകരിക്കേണ്ടതില്ലേ? 625 രൂപയാണ് കേരളത്തിൽ ഇപ്പോ 4 മടങ്ങ് വർദ്ധിപ്പിച്ചപ്പോ കേരളത്തിലെ തടവുകൊള്ളികളായിട്ടുള്ള ജയിൽ പുള്ളികൾക്ക് കിട്ടുന്നത്. അവർക്ക് ആ വേതനം വർദ്ധിപ്പിക്കുന്നത് ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ ഏറ്റവും താഴ്ന്ന ഗ്രേഡ് ജോലി ചെയ്യുന്ന ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് ലഭ്യമാകുന്ന ശമ്പളം പ്രതിദിനം 935 രൂപയാണെന്ന് അറിയുമ്പോ തടവുകൊള്ളികൾക്ക് കിട്ടുന്ന പരിഗണന കേരളത്തിലെ സർക്കാർ ജീവനക്കാരന് കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ സമരചങ്ങലയിലൂടെ കേരളത്തിലെ അധ്യാപക സർവീസ് സംഘടന സമരസമിതി ഗവൺമെന്റിനെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ പരിഗണനയ്ക്ക് വിധേയമാകുന്ന വിഷയങ്ങൾ തയ്യാറാക്കുമ്പോ അതിൽ പ്രഥമ പരിഗണന കേരളത്തിലെ സർക്കാർ ജീവനക്കാരന്റെയും അധ്യാപകന്റെയും
പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നൽകണമെന്ന് വിനീതമായി ഞങ്ങൾ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉദ്ദേശിച്ച തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാകാത്തതിന്റെ ഒരു കാരണം സർവീസ് മേഖലയിലും അധ്യാപക മേഖലയിലും അവരുടെ കുടുംബങ്ങളുടെ നിൽക്കുന്ന അസംതൃപ്തിയാണ് എന്ന് പറയാതിരിക്കാൻ എങ്ങനെയാണ് ഈ സമരചകലയുടെ കഴിയാതെ പോകുന്നത്? തടവുകൊള്ളികൾക്ക് കൊടുക്കുന്ന പരിഗണന കേരളത്തിലെ സർക്കാർ ജീവനക്കാരന് നൽകാതിരിക്കുമ്പോ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും പെൻഷൻകാരുടെയും എല്ലാം അതിർത്തി പരിഹരിക്കുന്നതിന് വേണ്ടി അസംതൃപ്തി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കണ്ടേ? ഇന്ത്യയിലെ സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഭരണ നിർവഹണത്തിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ്. മെച്ചപ്പെട്ട ജീവിത സാഹചര്യം എല്ലാ ജനങ്ങൾക്കും നൽകുന്നതിന് വേണ്ടി നയനിർവഹണം നടത്തുകയാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും സിവിൽ സർവീസ് നിർവഹിക്കുന്നത്. അങ്ങനെ നയനിർവഹണം നടത്തുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും സിവിൽ സർവീസിനെ സംരക്ഷിക്കുക എന്നുള്ളത് ജനാധിപത്യ ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് മറന്നുപോകുക സാധ്യതമല്ല. അത് ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾ. ഭരണ നിർവഹണം നടത്തുന്ന ഒരു വിഭാഗം എന്നുള്ള നിലയ്ക്ക് അവരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് നിൽക്കണം. ചട്ടം 300 പ്രകാരം കേരളത്തിന്റെ നിയമസഭയിൽ കഴിഞ്ഞ വർഷമാണ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും പ്രഖ്യാപിച്ചത് ജീവനക്കാർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കും. എത്ര തവണ നിയമസഭയിൽ എങ്ങനെ ആവർത്തിച്ചു? നിയമസഭയിൽ പ്രഖ്യാപനം നടത്തിയത് കൊണ്ട് മാത്രമായില്ല, അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കേണ്ട കാലാവധി കഴിഞ്ഞിട്ട് 1 വർഷം പിന്നിട്ടു. 12 ശമ്പള പരിഷ്കരണ നടപടികൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ വേണ്ടി അതിവേഗതയിൽ നടപടികൾ സ്വീകരിക്കണം. ശമ്പള കമ്മീഷനെ വെക്കണോ, ഉദ്യോഗസ്ഥ സമിതിയെ വെക്കണോ എന്നൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കട്ടെ. പക്ഷെ ഏത് സമിതി വെച്ചാലും ഏത് ഫോർമാലിറ്റികൾ കൊണ്ടുവന്നാലും അത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് കൂടെ ബോധ്യമാകുന്ന തരത്തിൽ അവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടാതെ തരത്തിൽ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ശമ്പള പരിഷ്കരണമായി മാറണമെന്നുള്ള അഭിപ്രായമാണ് കേരളത്തിൽ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി മുന്നോട്ട് വെക്കുന്നത്. ജീവനക്കാരുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് സ്വീകരിക്കുമ്പോ കേരളത്തിലെ ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോ സ്വാഭാവികമായും കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് പറയാനുള്ളത് കേൾക്കുക എന്നുള്ള ജനാധിപത്യ മര്യാദ കൂടെ കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. 5 വർഷത്തിനിടയിൽ കേരളത്തിന്റെ ധനകാര്യമന്ത്രി കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ യോഗം വിളിച്ചു ചേർത്തത് ഒരേ ഒരു തവണയാണ് മെഡിസപ്പിന്റെ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട്. എത്രമാത്രം ജീവനക്കാരുടെ ജീവിത ദുരിതവുമായി ബന്ധപ്പെട്ട നിരവധികളായ വിഷയങ്ങൾ ഗവൺമെന്റ് നമ്മൾ സമർപ്പിച്ചില്ലേ? ജീവനക്കാരുടെ വിഷയം പരിഹരിക്കുന്നതിനാവശ്യമായ ചർച്ച നടത്തിക്കൊണ്ട് ജീവനക്കാർക്ക് കേൾക്കാനുള്ളത് കേൾക്കുക എന്നുള്ള ജനാധിപത്യ മര്യാദ സ്വീകരിച്ചുകൊണ്ടായിരിക്കണം പെൻഷന്റെ കാര്യത്തിലും ശമ്പള പരിഷ്കരണത്തിന്റെ കാര്യത്തിലും കുടിശ്ശിക അനുവദിക്കുന്നതിൽ തടസ്സമുണ്ട് എങ്കിൽ ആ കാര്യങ്ങളും ജീവനക്കാർക്ക് ബോധ്യമാകുന്ന തരത്തിൽ പറയാനുള്ള ബാധ്യത കേരളത്തിന്റെ ധനകാര്യമന്ത്രിക്കുണ്ട്. ആ ബാധ്യത ധനകാര്യമന്ത്രി പുലർത്തുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുകയാണ്, ജീവനക്കാർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള ജനാധിപത്യ മര്യാദ പുലർത്തേണ്ടതായിട്ടുണ്ട്. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എത്ര വലിയ സമരമാണ് കേരളത്തിൽ അധ്യാപക സർവീസ് സംഘടന സമരസമിതി നടത്തിയത്. 2 ദശാബ്ദക്കാലമായി നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന PFRDA നിയമത്തിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം നടത്തിയ പ്രസ്ഥാനമല്ലേ കേരളത്തിലെ അധ്യാപക സർവീസ് സംഘടന സമരസമിതി. കഴിഞ്ഞ വർഷം നമ്മൾ പണിമുടക്ക് നടത്തിയില്ലേ? പണിമുടക്ക് നടത്തി പെൻഷന്റെ കാര്യത്തിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നുള്ള മുദ്രാവാക്യം വെച്ചു. കേരളത്തിലെ ഗവൺമെന്റ് സ്വാഭാവികമായി ഞങ്ങളുമായി ചർച്ച ചെയ്യാനുള്ള ജനാധിപത്യ മര്യാദ കാണിക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് അതുണ്ടായില്ല? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഗവൺമെന്റ് കാലത്ത് ജനാധിപത്യ മര്യാദകൾ പാലിക്കാതെ സമരരംഗത്ത് നിൽക്കുന്ന ജീവനക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പകരം പ്രഖ്യാപനങ്ങളിൽ മാത്രം ജീവിക്കാമെന്ന് ഒരു ഗവൺമെന്റും കരുതുന്നത് ഭൂഷണമല്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുടെ പേരിൽ ഇപ്പോൾ ഒരുപാട് വാർത്തകൾ വരികയാണ്. പുതിയ പെൻഷൻ പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത്. എന്താണ് പുതിയ പെൻഷൻ എന്നറിയാൻ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് താല്പര്യമുണ്ട്. അവർ ആകാംക്ഷയോടുകൂടി ആ പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്.
2 ദശാബ്ദക്കാലമായി നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന പങ്കാളിത്ത പെൻഷൻ പദ്ധതി വലതുപക്ഷവൽക്കരണ നയത്തിന്റെ ഭാഗമായി കൊണ്ടുവന്ന പെൻഷൻ പദ്ധതിയാണ്. ആ പദ്ധതി നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നത് കോൺഗ്രസും BJPയുമാണ്. കോൺഗ്രസും BJPയും കൊണ്ടുവന്ന പദ്ധതിയെ ഇന്ത്യയുടെ പാർലമെന്റിൽ എതിർത്ത് പരാജയപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചത് നമ്മുടെ രാജ്യത്തിന്റെ ഇടതുപക്ഷത്തിന്റെ MP-മാരാണ്. ഇടതുപക്ഷത്തിന്റെ നയം പെൻഷനെതിരായിട്ടുള്ള നയമാണ്. കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഇടതുപക്ഷത്തിന്റെ നയങ്ങളും പരിപാടികളും നടപ്പിലാക്കാൻ ബാധ്യതയുള്ള ഒരു ഭരണകൂടമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് മറ്റൊരു പദ്ധതിയെ കുറിച്ചാണ് കേരളത്തിന്റെ ധനകാര്യമന്ത്രി പറയുന്നത്. ഞങ്ങൾക്ക് ആവശ്യം ധനകാര്യമന്ത്രി മറ്റൊരു പെൻഷൻ പദ്ധതിയല്ല, പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കണം. അതാണ് ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. മറ്റൊരു പെൻഷൻ പദ്ധതി എന്നാൽ ജീവനക്കാരിൽ നിന്നും പെൻഷൻ വിഹിതം പിരിച്ചെടുത്തുകൊണ്ട് ഗവൺമെന്റ് വിഹിതവും പിരിച്ച് കോർപ്പറേറ്റ് കമ്പനികളിലേക്ക് കൊടുക്കുന്ന ഒരു പെൻഷൻ പദ്ധതിയെയും അംഗീകരിക്കേണ്ടതില്ല എന്നാണ് കേരളത്തിൽ അധ്യാപക സർവീസ് സംഘടനാ സമിതിയുടെ നിലപാട്. മറ്റൊരു പെൻഷൻ പദ്ധതിയല്ല നമുക്ക് ആവശ്യം, പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് മടങ്ങാൻ കഴിയണം. ധനകാര്യ മന്ത്രാലയത്തിലെ ചില ഉന്നത ഉദ്യോഗസ്ഥന്മാർ അവർ എഴുതി കൊടുക്കുന്നത് അതേപോലെ ആവർത്തിക്കുന്ന പരിപാടിയല്ല കേരളത്തിലെ ധനകാര്യമന്ത്രി നടത്തേണ്ടത് എന്നുകൂടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിലെ ധനകാര്യമന്ത്രി കോടതിയിൽ കൊടുക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നയമാണ്. കേരളത്തിൽ പെൻഷനെ സംബന്ധിച്ച് ധനകാര്യമന്ത്രി അഭിപ്രായം പറയുമ്പോ ആ അഭിപ്രായം പറയേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയത്തിനനുസരിച്ചുള്ള നിലപാടാണ്. CPIM-ന്റെ പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനം പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്കെതിരാണ്. CPI-യുടെ പാർട്ടി കോൺഗ്രസിലെ പ്രമേയം പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്കെതിരാണ്. ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്കെതിരാണ്. പിന്നെ എങ്ങനെയാണ് ധനകാര്യമന്ത്രി മറ്റൊരു പെൻഷനെ കുറിച്ച് കേരളത്തിൽ ഇപ്പൊ പറയുന്നത്? ആ പെൻഷൻ പദ്ധതി പങ്കാളിത്തമുള്ള പെൻഷൻ പദ്ധതിയാണ് എങ്കിൽ, കോർപ്പറേറ്റുകൾക്ക് കളവൊരുക്കുന്ന ലാഭത്തിന് വേണ്ടിയുള്ള പെൻഷൻ പദ്ധതിയാണെങ്കിൽ ആ പെൻഷൻ പദ്ധതി അംഗീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് മടങ്ങണം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോ ധനകാര്യ മന്ത്രാലയത്തിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് അനുകൂലമായി ഫയൽ രചിച്ചു കൊടുത്തിയ ആളുകളുടെ നിയമനം ധനകാര്യ മന്ത്രാലയത്തിന്റെ ഉന്നതമായ പദവിയിൽ ഇരുന്നു കൊണ്ട് ഇപ്പോൾ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഫയലുകളിൽ അഭിപ്രായം എഴുതുന്നത്. അവരുടെ അഭിപ്രായം നടപ്പിലാക്കുകയല്ല കേരളം വേണ്ടത്. അവർ എഴുതിയത് ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരന്റെ പെൻഷൻ തകർക്കുന്ന നിലപാടുകളാണ്. കേരളത്തിന് ആവശ്യം ആ നിലപാടല്ല, ഇടതുപക്ഷത്തിന്റെ നിലപാടാണ്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി വലതുപക്ഷവൽക്കരണ നയത്തിന്റെ ഭാഗമായി കൊണ്ടുവന്ന പദ്ധതിയാണ് എന്ന് പാർലമെന്റിൽ ഉറക്കെ പറഞ്ഞതിനെ എതിർത്തത് ഇടതുപക്ഷത്തിന്റെ MP-മാരാണ്. അതിന്റെ പ്രതികളാണ് കേരളത്തിലെ ഗവൺമെന്റ്. നമ്മുടെ ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർ, അധ്യാപകർ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, ആ ഗവൺമെന്റ് പ്രഖ്യാപിക്കപ്പെടുന്ന ഓരോ പദ്ധതിയും ജീവനക്കാരുമായി ചർച്ച ചെയ്ത് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് പരിഹരിക്കാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കണം. ഏകപക്ഷീയമായ നിലപാടുകൾ പ്രഖ്യാപിച്ചാൽ ആ നിലപാടുകളെ പിന്തുണയ്ക്കാനുള്ള ബാധ്യത കേരളത്തിലെ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിക്കില്ല എന്നും കൂടെ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ അവകാശങ്ങൾ അംഗീകരിച്ചു കിട്ടണം. പെൻഷനും ആനുകൂല്യങ്ങളും നൽകുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കണം. ഉന്നത ഉദ്യോഗസ്ഥന്മാർ തെറ്റായ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുമ്പോ ഈ ശമ്പളവുമെല്ലാം ഗവൺമെന്റിന്റെ ഔദാര്യമാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോ അത് ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ സമരചങ്ങലയിലൂടെ 4 ലക്ഷത്തിലധികം വരുന്ന സർക്കാർ ജീവനക്കാരും അധ്യാപകരുമെല്ലാം കേരളത്തിലുടനീളം ഈ സമരത്തങ്ങൾ തീർത്തുകൊണ്ട് അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാകുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സമരചങ്ങലയുടെ ഔപചാരികമായ ഐക്യദാർഢ്യ ചങ്ങലയുമെല്ലാം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഈ സമരചങ്ങലയിൽ ആവേശത്തോടു കൂടി കേരളത്തിൽ അണിഞ്ഞിരുന്ന ജീവനക്കാരെയാകെ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.